ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാള സാഹിത്യം 4-ലെ അപ്രാപ്യമായ ഒരു വിധാനം എന്ന ലേഖനമാണ്. KP ശങ്കരൻ എന്ന ആളാണ് ഈ ലേഖനത്തിൻ്റെ രചയിതാവ്. അപ്പോൾ നിങ്ങൾ അപ്രാപ്യമായ ഒരു വിധാനം എന്ന് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ടുള്ളൊരു ലേഖനമാണ്, വലിയ സംഭവമൊന്നുമില്ല, ലളിതമായിട്ടുള്ളൊരു ലേഖനമാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് വിവർത്തനങ്ങളെ പറ്റിയാണ്. വിവർത്തനം ചെയ്യുമ്പോൾ ആ ശരിക്കുമുള്ള മൂലകൃതിയിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൃതി വിവർത്തനം ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ ബഷീർ ഉണ്ടല്ലോ, വൈക്കം മുഹമ്മദ് ബഷീർ, ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലുകൾ ഇങ്ങനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പുപക്കര ആന ഉണ്ടായിരുന്നു, ബാല്യകാല സഖി, ഇതൊക്കെ ഇംഗ്ലീഷിലേക്ക് ആഷറും കൂട്ടരും ചേർന്നിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്, മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മൊഴിമാറ്റം നടത്തുമ്പോൾ നമ്മുടെ ശരിക്കുള്ള നോവലിൻ്റെ, ഇപ്പോൾ ശരിക്കും മലയാളത്തിലുള്ള ആ ബാല്യകാല സഖിയുടെ ആ ഒരു സത്ത, ആ ഒരു യഥാർത്ഥത്തിലുള്ള ആ ഒരു അംശം നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ലേഖനത്തിൻ്റെ വിഷയം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബാല്യകാല സഖിയിലെ ചില വിളികളൊക്കെയാണ്. ബാല്യകാല സഖിയെ പറ്റി നമ്മൾ ആസ്വാദനം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ പോയി കാണുക, അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. അപ്പോൾ ബാല്യകാല സഖിയിലുള്ള കുറച്ച് പ്രയോഗങ്ങളാണ് പെണ്ണ്, ചെറുക്കൻ, അങ്ങനെയൊക്കെ പറയുന്ന വിളികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മലയാളത്തിൻ്റെ ആ ഒരു പ്രാദേശിക ഭംഗി ഉൾക്കൊള്ളുന്ന വാക്കുകളാണ്. ആ ചെറുക്ക, പെണ്ണെന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ഈ പെണ്ണെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അത്തരം വിളികളെ ഉൾക്കൊള്ളാൻ ഇംഗ്ലീഷിന് കഴിയുന്നില്ല. അതാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാല്യകാല സഖിയിൽ ഇങ്ങനെയുള്ള ചില സവിശേഷ പ്രയോഗങ്ങളുടെ ഒരു ഭംഗി ഇതിൻ്റെ തർജ്ജമയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പോൾ ഇവിടെ ബോയ്, ഗേൾ എന്നൊക്കെ പറഞ്ഞാലും ആ ചെറുക്ക എന്ന് വിളിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ല. അതിന് അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമാണ് കുറച്ചെങ്കിലും അവരിതിനോട് നീതി പുലർത്തിയിട്ടുള്ളത് എന്ന്. അത് ഇവിടെ നമ്മുടെ ബഷീർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ജോലി അന്വേഷിച്ച് നടക്കുകയും ഒക്കെ ചെയ്തിട്ട് തിരിച്ചെത്തുമ്പോൾ സുഹ്റയെ വീണ്ടും കാണുന്ന രംഗത്ത് സുഹ്റ ചോദിക്കുന്നുണ്ട്, അവിടുത്തെ വേറെ നാട്ടിൽ പോയല്ലോ, അപ്പോൾ അവിടുത്തെ സ്ത്രീകളൊക്കെ എങ്ങനെയാണ്, അവരെ കാണാൻ എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ളൊരു കൗതുകം സുഹ്റ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സുഹ്റയുടെ ഈ ചോദ്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ മജീദ് പറയുന്നുണ്ട്, ഈ പെണ്ണ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ തിരിച്ചിട്ട് ഈ പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന സമയത്ത് നമ്മുടെ സുഹ്റ പറയുന്നുണ്ട്, ചെറുക്ക അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിളി ഇംഗ്ലീഷിൽ ആക്കുമ്പോൾ അവരെങ്ങനെ അത് കൊണ്ടുവരും എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ അവിടെ വെറുതെ യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീൽ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് മാത്രമാണ് ആ ചെറുക്ക എന്നുള്ള വിളീനെ ഇംഗ്ലീഷിലേക്ക് ആക്കിയപ്പോൾ ആ തെമ്മാടി എന്നർത്ഥം വരുന്ന റെപ്രോബേറ്റ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വാക്ക് ഉപയോഗിച്ച് ആ ഒരു അവസരത്തിൽ മാത്രമാണ് കുറച്ചൊരു നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വ്യക്തമാവുന്നത് ഒരു തർജ്ജമയ്ക്ക് ഒരിക്കലും ആ മൂലകൃതിയോട് സാമ്യമായിട്ട് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ലേഖകൻ വേറൊരു കാര്യം പറയുന്നുണ്ട്, ചെമ്മീനിൻ്റെ ചലച്ചിത്രാവിഷ്കാരം അദ്ദേഹം കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആദ്യം ഇത് കൃതിയേക്കാൾ നല്ലതാണോ എന്ന് ഒരു അതിശയം തോന്നി. പക്ഷെ പിന്നീട് മനസ്സിലായി ഒരു നോവലിൻ്റെ എല്ലാ അംശത്തെയും ചലച്ചിത്രത്തിലേക്ക് ആവാഹിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പോൾ അതാണ് ഈ ഒരു ലേഖനത്തിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. നമുക്ക് തർജ്ജമയിൽ ശരിക്കുമുള്ള മൂലകൃതി അതിൻ്റെ അത്ര അടുത്തെത്താൻ തർജ്ജമയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും വരും.